OBC മോർച്ച സംസ്ഥാന സെക്രട്ടറിയായിരുന്ന അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ മൂന്നാം ബലിദാന ദിനം ഇന്നാണ്. 2021 ഡിസംബർ 19 രാവിലെയാണ് SDPI ഭീകരർ രഞ്ജിത്ത് ശ്രീനിവാസനെ വീട്ടിൽ അതിക്രമിച്ച് കയറി കൊലപ്പെടുത്തിയത്. കേസിലെ 15 പ്രതികൾക്ക് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷയാണ് വിധിച്ചത്. 2021 ഡിസംബർ 19 രാവിലെയാണ് ആലപ്പുഴ വെള്ളക്കിണറിലെ വീട്ടിൽ അതിക്രമിച്ചു കടന്ന് SDPI ഭീകരർ രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയത്. അമ്മയുടെയും ഭാര്യയുടെയും ഇളയ മകളുടെയും മുന്നിൽ വെച്ചായിരുന്നു നിഷ്ഠൂരമായ കൊലപാതകം. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 12 പേരും പ്രധാന ഗൂഢാലോചനയിൽ പങ്കെടുത്ത 3 പേരും ഉൾപ്പെടെ ഒന്നാം ഘട്ട കുറ്റപത്രത്തിൽ ഉൾപ്പെട്ട 15 പ്രതികൾക്കും മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചിരുന്നു. രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ ഉൾപ്പെട്ട പ്രതികൾക്കായുള്ള അന്വേഷണം അവസാന ഘട്ടത്തിലാണ്. കുറ്റപത്രം ഉടൻ തന്നെ കോടതിയിൽ ഫയൽ ചെയ്യും. രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ അവശേഷിക്കപ്പെടുന്ന പ്രതികൾക്കായുള്ള അന്വേഷണം ഏതാണ്ട് അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. അവർക്കെതിരായിട്ടുള്ള ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കുറ്റകൃത്യം ചെയ്തിട്ടുള്ള പ്രതികൾക്കെതിരായിട്ടുള്ള അന്വേഷണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്കെതിരായിട്ടുള്ള കുറ്റപത്രവും ഉടൻ തന്നെ ഫയൽ ചെയ്യപ്പെടും. അങ്ങനെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വിചാരണയും താമസം വിനാ തന്നെ ആരംഭിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് പ്രോസിക്യൂഷൻ ഈ കേസിനകത്തുള്ളത്. ഈ കേസിൽ ഈ കേസിൻ്റെ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെ നടന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കേസിലെ ആദ്യ കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുള്ള 15 പ്രതികൾക്കും ബഹുമാനപ്പെട്ട മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചിട്ടുള്ളത്. മൂന്നാം ബലിദാന ദിനത്തിൽ BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈകിട്ട് 3-ന് ആലപ്പുഴ ടൗൺഹാൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കുന്ന ജാഗ്രതാ സദസ്സ് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കും. 3 വർഷങ്ങൾക്കിപ്പുറവും കൺമുന്നിൽ നടന്ന അരുംകൊലയുടെ നടുക്കത്തിൽ നിന്ന് മോചിതരായിട്ടില്ല അമ്മയും ഭാര്യയും 2 പെൺമക്കളും അടങ്ങുന്ന രഞ്ജിത്തിന്റെ കുടുംബം. ജനം, ആലപ്പുഴ.